തിന്നുന്നതും ആസ്വദിക്കുന്നതുമൊക്കെ ഇന്നാട്ടിലെ ജനങ്ങളുടെ അവകാശങ്ങളിൽ നിന്നാവുമോ? ഇതിനൊക്കെ അത്യാവശ്യമുള്ളവർ ഇന്നാട്ടിൽ വേറെ ഉണ്ടാവില്ലേ എന്നൊക്കെയുള്ള ചിന്തയാണ് എപ്പോഴും ഖലീഫക്ക്. അതിനിടയിലായിരുന്നു ഒരു ആപ്പിളിന് പൂതി വന്നത്. ഇതറിഞ്ഞ ഒരു ബന്ധു ഒരു ആപ്പിൾ ഖലീഫക്ക് കൊടുത്തു. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പൂതിയൊക്കെ ആപ്പിൾ കിട്ടിയപ്പോൾ പോയി. ആപ്പിൾ കയ്യിൽ പിടിച്ച് ഖലീഫ പറഞ്ഞു, നല്ല ഗന്ധം, നല്ല ചന്തം. ഇത് തന്നയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കൂ. അദ്ദേഹത്തിന് എൻ്റെ സലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറയുക, താങ്കളുടെ പാരിതോഷികം ഇഷ്ടപ്പെട്ടു. ഇത് കണ്ട് സദസ്സിലുണ്ടായിരുന്ന അമ്രുബ്നു മുഹാജിർ പറഞ്ഞു, അമീർ, ഇത് തന്നയച്ചത് അങ്ങയുടെ പ്രധാന ബന്ധുവായ പിതൃവ പുത്രനാണ്. ഇത് സ്വീകരിച്ചുകൂടെ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദിയ സ്വീകരിക്കാറുണ്ടായിരുന്നില്ലേ? ബന്ധുവിൻ്റെ പാരിതോഷികം പിന്നീട് ഒരിക്കൽ അയാൾക്ക് വഴങ്ങാനുള്ള മനസ്ഥിതി ഉണ്ടാവുമോ? ഇതായിരുന്നു ഖലീഫയുടെ ആദി. അങ്ങനെ ആ ആപ്പിൾ തിന്നാതെ മടക്കി. ദിവസവും ഖലീഫ തന്റെ സ്വന്തം വരുമാനത്തിൽ നിന്നും കുറെ ദിർഹം പാവങ്ങളുടെ അന്നത്തിനായി നീക്കിവെക്കും. അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അമുസ്ലിം സഹോദരങ്ങൾ കൊണ്ടുകൊടുക്കുന്ന പച്ചക്കറികളും വിഭവങ്ങളുമൊക്കെ ഖലീഫ കഴിക്കുമായിരുന്നു. എന്നാൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ അവർക്ക് തിരികെ കൊടുക്കും. മുസ്ലിം സഹോദരങ്ങളിൽ നിന്നും ഒന്നും ഇങ്ങോട്ട് സ്വീകരിക്കുമായിരുന്നില്ല. എന്നാലോ അവർക്ക് നന്നായി കൊടുക്കും. ഖലീഫയെ അവിഹിതമായി സ്വാധീനിക്കുന്നതിനുള്ള പഴുതുകൾ മുൻകൂട്ടി അടക്കുകയായിരുന്നു അദ്ദേഹം. നാഫിഉൽ ബസ്രി റളിയല്ലാഹുവിന്റെ മകൻ ഹയ്യാൻ റളിയല്ലാഹുവിനെ ഉർവ മുഹമ്മദ് സഅദി എന്നവർ ഒരിക്കൽ ഖലീഫ സുലൈമാൻ അബ്ദുൽ മലിക്കിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. സുലൈമാൻ അന്ന് ദാബിഖിലാണ് ഉള്ളത്. കുറേയധികം പാരിതോഷികങ്ങളുമായാണ് പറഞ്ഞു വിടുന്നത്. ഹയ്യാൻ പറയട്ടെ, ഞങ്ങൾ ദാബിഖിലെത്തിയപ്പോഴാണ് ഖലീഫയുടെ വിയോഗത്തെ തുടർന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് അധികാരത്തിൽ വരുന്നത്. കൊണ്ടുവന്ന പാരിതോഷികങ്ങൾ ഇനി പുതിയ ഖലീഫക്ക് നൽകാം. ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. പുതിയ ഖലീഫക്ക് ആദ്യ പാരിതോഷികങ്ങൾ നൽകുന്നത് ഞങ്ങളായിരിക്കുമല്ലോ എന്ന ചാരിതാർത്ഥ്യം മനസ്സിൽ തിരതല്ലി. വില കൂടിയ അംബറായിരുന്നു പ്രധാന പാരിതോഷികം. 500-600 റാത്തലുണ്ട് അത്. പിന്നെ കുറേയേറെ കസ്തൂരിയും. ഖലീഫയെ ഞങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടിയപ്പോൾ പാരിതോഷികം സമർപ്പിച്ചു. പെട്ടി തുറന്നപ്പോഴേ കസ്തൂരിയുടെ മാദക ഗന്ധം പുറത്തേക്ക് വമിഞ്ഞൊഴുകി. ഖലീഫ മൂക്കുപൊത്തി. എന്നിട്ട് പറഞ്ഞു, കുട്ടി, അത് പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റൂ. നമുക്കതിൻ്റെ വാസന ആസ്വദിക്കാൻ പറ്റില്ല. കൊണ്ടുവന്നതൊക്കെ പൊതുസ്വത്താണെന്നും തനിക്ക് ആസ്വദിക്കാൻ അവകാശമില്ലാത്തതാണെന്നുമായിരുന്നു ഖലീഫയുടെ നിലപാട്, അത് സുഗന്ധമാണെങ്കിൽ പോലും. ഒരിക്കൽ ബനു മർവാനിലെ ചെറുപ്പക്കാർക്ക് ഒരു ആഗ്രഹം. ഖലീഫയോടൊന്ന് തമാശ പറഞ്ഞ് പിരിമുറുക്കം കുറച്ചാലോ? തീരുമാനം എല്ലാവർക്കും ബോധിച്ചു. അവർ ഖലീഫയെ കാണാൻ ചെന്നു. ഒരാൾ ഒരു നർമ്മം പറഞ്ഞ് ചർച്ചക്ക് തുടക്കമിട്ടു. ഖലീഫ ഒരു വല്ലാത്ത നീരസം നിറഞ്ഞ ഒരു നോട്ടം നോക്കി. അപ്പോൾ രണ്ടാമത്തെയാളും ഒരു തമാശ പൊട്ടിച്ചു. നിങ്ങൾ ഇതിനാണോ വന്നത്? തരംതാണ വർത്തമാനത്തിനും അന്യോന്യം പോരുണ്ടാക്കുന്ന തമാശകൾക്കും പകരം നല്ല ഏതെങ്കിലും ചർച്ചയിൽ ഏർപ്പെട്ടുകൂടെ? പരിശുദ്ധ ഖുർആനെ പറ്റിയോ തിരുസുന്നത്തിനെ പറ്റിയോ ഒക്കെ പറയൂ, അല്ലെങ്കിൽ തിരുവചനങ്ങളുടെ ആശയങ്ങളെ പറ്റി പറയൂ. അല്ലാതെ തമാശ പറഞ്ഞ് ചിരിച്ച് സമയം തുലക്കരുത്. മറ്റൊരിക്കൽ കവി ജരീർ വന്നു. നല്ലതും ചീത്തയുമെല്ലാം കൂട്ടിച്ചേർത്ത് കവിതകൾ ആലപിക്കുന്ന ആളാണ് അദ്ദേഹം കവിത ആലപിക്കാൻ തുനിഞ്ഞപ്പോൾ ഖലീഫ പറഞ്ഞു, വേണ്ട ജരീർ. അപ്പോൾ ജരീർ പറഞ്ഞു, ഞാൻ ചൊല്ലുന്ന കവിത തിരുനബിയെക്കുറിച്ചാണ്. എന്നാൽ പാടൂ. ജരീർ അങ്ങനെ തിരുനബിയെക്കുറിച്ച് കവിത പാടി. അവസാനമായിട്ട് അദ്ദേഹത്തിന് പാരിതോഷികങ്ങൾ വേണമെന്ന അർത്ഥത്തിലുള്ള വരികളും കൂടി ചേർത്തുകൊണ്ട് ആണ് അവസാനം അദ്ദേഹം പാട്ട് നിർത്തിയത്. പാട്ട് നിർത്തിയ സമയത്ത് ഖലീഫ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾക്ക് അള്ളാഹുവിന്റെ കിതാബിൽ വല്ല അവകാശങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ജരീർ പറഞ്ഞു, അമീർ, ഞാനൊരു യാത്രക്കാരനല്ലേ, യാത്രികന് സക്കാത്തിന് അവകാശമില്ലേ? ജരീർ കാര്യമായി ഖലീഫയിൽ നിന്നും പാരിതോഷികങ്ങൾ കിട്ടുമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ് കവിത പാടിയത്. പൊതുസ്വത്തിൽ നിന്നെടുത്ത് നന്നായി ജീവിക്കുന്ന ഒരു പാട്ടുകാരന് കൊടുക്കാൻ ഖലീഫ തയ്യാറായിരുന്നില്ല. ചോദിച്ച സ്ഥിതിക്ക് സ്വന്തം പോക്കറ്റിൽ നിന്നും 50 ദീനാർ എടുത്തു നൽകി ഖലീഫ ജരീറിനെ പറഞ്ഞയച്ചു. മറ്റൊരു ദിവസം ഖലീഫ ചുറ്റുമിരിക്കുന്നവരെ നല്ലത് ഉപദേശിക്കുകയാണ്. മനം കവരുന്ന വാക്കുകൾ കേട്ട് ഒരാളുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പാനിരിക്കുന്നു. അത് കണ്ടപ്പോൾ ഖലീഫ നിർത്തി, അത് മതി. അപ്പോൾ ഒരാള് ഖലീഫയോട് പറഞ്ഞു, അമീർ, താങ്കൾ തുടരൂ. ഇത് കേട്ടപ്പോൾ ഖലീഫ പറഞ്ഞു, ജനങ്ങളോട് ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടേയിരിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. അതിലുമുണ്ട് കുഴപ്പങ്ങൾ. വിശ്വാസികൾക്ക് പറച്ചിലിനേക്കാൾ നല്ലത് പ്രവൃത്തി തന്നെ. റബീഅത്തു ഷഅ്തി ഖലീഫയുടെ പോസ്റ്റ്മാൻ ആയിരുന്നു.
ഒരിക്കൽ അദ്ദേഹം കത്തുകളുമായി വരുമ്പോൾ ഷാമിൽ ഒരിടത്ത് വെച്ച് സഞ്ചരിച്ചിരുന്ന വാഹനം തകർന്നു. പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ റബിയ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല. അവിടെ നിന്നും ഒരു വാഹനം പിടിച്ചെടുത്തു പോന്നു. സർക്കാരിന്റെ ഔദ്യോഗിക വക്താവാണെന്നത് കൊണ്ടാൽ തന്നെ എനിക്കത് വളരെ സാധ്യമായിരുന്നു. ആരും പെട്ടെന്ന് വാഹനം തരുമായിരുന്നു. എടുത്തു കൊണ്ടുപോന്നാൽ ആരും ചോദിക്കില്ലായിരുന്നു. ഖലീഫയോട് വിവരം പറഞ്ഞു. ഖലീഫ ചോദിച്ചു, മുസ്ലിങ്ങളുടെ ചിറക് എവിടെ പോയി? എനിക്കത് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, അമീർ, മുസ്ലിങ്ങളുടെ ചിറകോ? അതെ അതെ, അതെന്താണ്? ഖലീഫ പറഞ്ഞു, തപാൽ വാഹനമാണത്. നമ്മുടെ തപാൽ വാഹനമാണ് മുസ്ലിങ്ങളുടെ ചിറക്. അത് വഴിയിൽ വെച്ച് തകർന്നു. എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ അവിടെ നിന്ന് മറ്റൊരു വാഹനം പിടിച്ച് ഇങ്ങോട്ട് പോന്നു. നബ്തികളുടെ ഒരു വാഹനമാണ് ഞാൻ പിടിച്ചെടുത്തത്. സർക്കാർ ശീലമനുസരിച്ച് അക്കാലത്തെ പതിവായിരുന്നു അത്. വാടക ഒന്നും നൽകാതെ തന്നെ മറ്റുള്ളവരുടെ വാഹനങ്ങൾ പൊക്കിപ്പോരും. ഭരണാധികാരികൾ അതിന് പിന്തുണക്കും. പക്ഷേ ഖലീഫക്ക് അത് ഇഷ്ടമായില്ല. അദ്ദേഹം രോഷാകുലനായി. അത് ശരിയായില്ല. ആളുകളുടെ വാഹനം ന്യായമായതൊന്നും കൊടുക്കാതെ പിടിച്ചെടുക്കുന്നത് തെറ്റാണ്. എനിക്ക് 40 അടി ശിക്ഷ വിധിച്ചു. അങ്ങനെ ഖലീഫ എന്റെ കണ്ണു തുറപ്പിച്ചു എന്ന് റബിയ പറയുന്നു. സ്വന്തം കാര്യങ്ങൾക്ക് ഒരു വിളക്കും പൊതുകാര്യങ്ങൾക്ക് മറ്റൊരു വിളക്കുമായിരുന്നു ഖലീഫക്ക്. ഒരിക്കൽ ഖുർആൻ വെച്ച് ഓതുന്ന ഒരു റഹ്ല് ഖലീഫക്ക് ആവശ്യം വന്നു. ഒത്താശക്കാരനായ മുസാഹിമിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഒരു റഹ്ല് കൊണ്ടുവന്നു. കൊള്ളാം, എവിടുന്ന് കിട്ടി ഇത്? കൗതുകം കൊണ്ട് ഖലീഫ ചോദിച്ചു. അത് നമ്മുടെ ഗോഡൌണിൽ തപ്പിയപ്പോൾ ഏതാനും മരക്കഷ്ണങ്ങൾ കിട്ടി, അതുകൊണ്ട് ഉണ്ടാക്കിയതാ. ഖലീഫ ഒന്ന് ഞെട്ടി. അപ്പോൾ പൊതുമുതൽ നിന്നാണ് അല്ലേ? ശരി, എന്നാൽ നീ മാർക്കറ്റിൽ പോയിട്ട് ഇതിനെന്ത് വില വരും എന്ന് അന്വേഷിച്ചു വാ. 1/2 ദീനാർ വില വരും, കച്ചവടക്കാർ പറഞ്ഞു. മുസാഹിം ഖലീഫയെ എറാലിന്റെ വില അറിയിച്ചു. 1/2 ദീനാർ വരുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. അതെയോ? അങ്ങനെയെങ്കിൽ പൊതുഖജനാവിൽ 1 ദിനാർ വെച്ചാൽ മതിയോ? ഓ, മതിയാവും. വേണ്ട, നമുക്ക് 2 ദിനാർ വെക്കാം. നീ 2 ദിനാർ വെച്ചോ. ഖലീഫയുടെ തീർപ്പ്. മുസാഹിം 1/2 ദീനാറിന്റെ എറാലിന്റെ വിലയായി പൊതുഖജനാവിൽ 2 ദീനാർ അടച്ചു. ബൈത്തുൽമാലിൽ നിന്ന് ശമ്പളം എടുക്കാറുണ്ടായിരുന്നില്ല ഖലീഫ. അതെന്താ, താങ്കൾക്ക് എടുത്തുകൂടെ? മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹുവിനൊക്കെ എടുത്തിരുന്നല്ലോ എന്ന് സുഹൃത്തുക്കൾ പലരും പറയുമായിരുന്നു. ഖലീഫ കൊടുത്ത മറുപടി ഇതായിരുന്നു: ഖലീഫ ഉമറിന് സ്വത്തില്ലായിരുന്നു. എനിക്ക് അത്യാവശ്യം കഴിഞ്ഞുകൂടാൻ ബൈത്തുൽമാലിൽ നിന്ന് എടുക്കാതെ തന്നെ വകുപ്പുണ്ട്. അതിശക്തമായ ചൂടുള്ള ഒരു ദിവസം ഖലീഫ പരിചാരകനെ വിളിച്ച് ഒന്ന് വീശിത്തരാൻ വേണ്ടി പറഞ്ഞു. പരിചാരകൻ വിശറിയെടുത്ത് വീശി. തടുപ്പേറ്റ് ഖലീഫ ഉറങ്ങി. എന്നിട്ടും പരിചാരകൻ വീശൽ നിർത്തിയില്ല. ചൂടിൽ അയാളും അറിയാതെ തളർന്നുറങ്ങി. പെട്ടെന്നാണ് ഖലീഫ ഉണർന്നു. നോക്കുമ്പോൾ പരിചാരകൻ ചൂടേറ്റ് തളർന്നുറങ്ങുന്നു. അയാളുടെ മുഖം ചുവന്നിരിക്കുന്നു, വിയർപ്പിൽ നനഞ്ഞ് കുതിർന്നിരിക്കുന്നു. ഖലീഫയിലെ മാനുഷികത ഉണർന്നു. അദ്ദേഹം അയാളുടെ കയ്യിൽ നിന്നും നിലത്ത് വീണ് വിശറിയെടുത്ത് വീശി. അങ്ങനെ അവർക്കും സുഖമായ ഒരു ഉറക്കം കിട്ടി. കുറെ കഴിഞ്ഞപ്പോൾ അവർ ഞെട്ടി എണീറ്റു. ഖലീഫക്ക് വീശാൻ വന്ന ആളാണല്ലോ താൻ. പക്ഷേ കണ്ട കാഴ്ച അയാൾക്ക് വിശ്വസിക്കാനായില്ല. എന്നല്ല, അയാൾ പേടിച്ചു. ഖലീഫ എനിക്ക് വീശിത്തരികയോ? ലോകത്തെവിടെയും കേൾക്കാത്ത ഒന്ന് അയാൾ നേരിൽ കാണുകയാണ്. ഖലീഫ തനിക്ക് വീശിത്തരുന്നു. അയാൾ ഒച്ചയിട്ടു, എന്താണിത്? അപ്പോൾ ഖലീഫ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നത്? നീയും എന്നെ പോലെ ഒരു മനുഷ്യനല്ലേ? നിനക്കുമില്ലേ ചൂട്? നീ എനിക്ക് വീശുന്നു, ഞാൻ നിനക്കും വീശുന്നു. ഇതിലെന്താണ് ഇത്ര അത്ഭുതം? ഇപ്പോൾ ഹിജാസിൽ നിന്നും ഒരു സംഘം ഖലീഫയെ കാണാൻ വന്നിരിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. പക്വതയുള്ള കൂട്ടത്തിലാണ് ചെറുപ്പക്കാരൻ. അവനെയാണ് അവർ ഖലീഫയോട് സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഖലീഫക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അവൻ സംസാരിച്ചു തുടങ്ങാൻ തുനിഞ്ഞപ്പോൾ ഖലീഫ പറഞ്ഞു, കുട്ടി അവിടെ ഇരിക്കെ, നീ എല്ലാം സംസാരിക്കേണ്ടത്. ഈ കൂട്ടത്തിൽ പ്രായം ചെന്നവരില്ലേ, അവർ സംസാരിക്കട്ടെ. എടുത്തടിച്ച പോലെയായിരുന്നു കുട്ടിയുടെ മറുപടി. ഞാൻ പറയുന്നത് കേൾക്കൂ. മനുഷ്യന് പ്രധാനമായുള്ള 2 അനുഗ്രഹങ്ങളാണ് നാവും മനസ്സും. അത് രണ്ടും നന്നായി ഉപയോഗപ്പെടുത്തുന്നവരാണ് കൂട്ടത്തിൽ മുതിർന്നവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ പ്രായത്തിൽ മൂത്തതുകൊണ്ടല്ല ഒരാൾ മുതിരുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കളെക്കാൾ മൂത്ത എത്ര ആളുകളുണ്ട് ഇന്നാട്ടിൽ? അവരൊന്നും എന്തേ ഖലീഫയാവാതിരുന്നത്? ഖലീഫ മറുപടിയില്ലാതെ തളർന്നു. അദ്ദേഹം പറഞ്ഞു, മോനെ, നീ തന്നെ സംസാരിക്കും. ഇതോടെ അവൻ സംസാരം തുടങ്ങി. ഞങ്ങൾ അങ്ങയെ അഭിനന്ദിക്കാൻ വന്നതാണ്, നിന്ദിക്കാൻ വന്നവരല്ല. സ്വന്തം നാട്ടിൽ നിന്നും അങ്ങയെ മാത്രം തേടി വന്നവരാണ്. അള്ളാഹു അങ്ങയെ കൊണ്ട് ഞങ്ങളെയൊക്കെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞങ്ങൾ വന്നിരിക്കുന്നത് തികഞ്ഞ പ്രതീക്ഷയിലാണ്. ആ കുട്ടിയുടെ സംസാരം ഖലീഫയെ ഹഠാത് ആകർഷിച്ചു. എത്ര സ്ഫുടമായി വാക്കുകൾ, കൃത്യമായ വിലയിരുത്തൽ.
പ്രായത്തെ കവച്ചു വെക്കുന്ന പക്വത, ഈ ഒരു കുട്ടിയിൽ നിന്നും കൂടി തനിക്ക് പഠിക്കാനുണ്ട് ഖലീഫ വിചാരിച്ചു. ഖലീഫ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. മോനെ, നീ കുറച്ച് നല്ല ഉപദേശങ്ങൾ കൂടി ഞങ്ങൾക്ക് തന്നാലും. ശരി അമീറുൽ മുഅ്മിനീൻ, ആളുകളിൽ പലരെയും അള്ളാഹുവിന്റെ ക്ഷമ വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു. അങ്ങേ അവർ സ്വതാൽപര്യങ്ങളുമായി നീങ്ങുന്നു. ജനപ്രശംസ അത്തരക്കാരെ പിന്നെയും ചതിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കളെ ഒരിക്കലും അള്ളാഹുവിന്റെ സഹനം വഞ്ചിക്കാതിരിക്കട്ടെ. നീണ്ട ഭൗതിക മോഹവും ജനപ്രകീർത്തനവും അങ്ങേ ചതിക്കാതിരിക്കട്ടെ. 10 വയസ്സ് മാത്രം എത്തി നിൽക്കുന്ന ആ കുട്ടിയുടെ വാക്കുകൾ ഖലീഫയെ ആത്മപരിശോധനയ്ക്ക് നിർബന്ധിച്ചു. കുട്ടിയെ നോക്കി ഖലീഫ ഇങ്ങനെ പ്രശംസിച്ചു: നീ പഠിക്കുക മോനെ. ആരും ജനിക്കുന്നില്ല ജ്ഞാനിയായി. ജ്ഞാനി അജ്ഞനെ പോലെ രാത്രി കഴിയുന്നില്ല. കൂട്ടത്തിൽ വലിയവനാണെന്ന് ധരിച്ച് ജ്ഞാനമില്ലാത്തവൻ വളർന്നു വരുമ്പോൾ അവരോടൊപ്പം എത്രയാളുണ്ടെങ്കിലും അവൻ ചെറിയവൻ തന്നെ, നന്നേ ചെറിയവൻ. അബ്ദുല്ലാഹിബിൻ അഖ്തം ഒരിക്കൽ ഖലീഫയെ കാണാൻ വന്നു. അദ്ദേഹം ഒരു പ്രമുഖ പണ്ഡിതനായിരുന്നു. ഹൃദയത്തിൽ തട്ടുന്ന സാരോപദേശങ്ങൾക്ക് വലിയ പ്രസിദ്ധനായ പണ്ഡിതനാണ്. ഇബ്നു അഖ്തം കടന്നു വരുമ്പോൾ ഖലീഫ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. വന്നപാടെ അദ്ദേഹം സമയം പാഴാക്കിയില്ല. അള്ളാഹുവിന് സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ച് നീണ്ട ഒരു ഉപദേശത്തിലേക്ക് നീങ്ങി. അതോടെ ഖലീഫ കട്ടിലിൽ നിന്നും ഇറങ്ങി നിലത്തേക്കിരുന്നു. പിന്നെ വിനയാന്വിതനായി മുട്ടുകുത്തി നിന്നു. ഇബ്നുൽ അഖ്തം പറഞ്ഞുകൊണ്ടേയിരുന്നു: ഉമർ, യാ ഉമർ, നിങ്ങളൊക്കെ രാജാക്കന്മാരുടെ മക്കളാകുന്നു, ദുനിയാവിന്റെ സന്തതികളാകുന്നു. ജനിച്ചത് തന്നെ സുഖാഡംബരങ്ങളിൽ, ഊട്ടപ്പെട്ടതോ സുഖാസ്വാദനങ്ങൾ. മറ്റൊന്നും തന്നെ നിങ്ങൾക്കറിയില്ലല്ലോ. ഈ ഉപദേശങ്ങൾ ശ്രവിക്കുന്ന ഉമർ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇബ്നുൽ അഖ്തം, താങ്കൾ തുടരൂ, ഇനിയും ഉപദേശിക്കൂ. ഖലീഫക്ക് ഇതായിരുന്നു പറയാനുണ്ടായിരുന്നത്. ഇബ്നുൽ അഖ്തം പറയുന്തോറും ഖലീഫ കരഞ്ഞുകൊണ്ടേയിരുന്നു. കരഞ്ഞ് ബോധരഹിതനായി നിലത്തി വീണപ്പോഴാണ് ഇബ്നുൽ അഖ്തം ഉപദേശം നിർത്തിയത്. ഇബ്നുൽ അഖ്തം വന്ന് ഇങ്ങനെ വിളിച്ചു: യാ ഖലീഫത്തല്ലാഹി ഫിൽ അർള്, ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധി. ഇതിന് ഖലീഫയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: അരുത്, അങ്ങനെ എന്നെ അഭിസംബോധന ചെയ്യരുത്. എന്നെ പ്രസവിച്ചപ്പോൾ എൻ്റെ വീട്ടുകാർ എനിക്ക് നൽകിയ പേരുണ്ട്, ഉമർ എന്നാണത്. താങ്കൾ എന്നെ ഉമർ എന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യാം. പിന്നീട് നിങ്ങളൊക്കെ എന്നെ മുസ്ലിം കാര്യം ഏൽപ്പിച്ചു, അമീറുൽ മുഅ്മിനീൻ എന്നൊരു നാമം നൽകി. അത് വിളിച്ചാലും ഞാൻ അങ്ങേക്ക് ഉത്തരം ചെയ്യാം. എന്നാൽ അള്ളാഹുവിന്റെ പ്രതിനിധിയായി എന്നെ വാഴിക്കരുത്. ഞാൻ അങ്ങനെ ഈ ഭൂമിയിലെ ഖലീഫയൊന്നുമല്ല. ഭൂമിയിലെ യഥാർത്ഥ ഖലീഫമാർ ദാവൂദ് നബിയും തത്തുല്യരുമാകുന്നു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്: ഓ ദാവൂദ്, അങ്ങയെ നാം ഭൂമി ലോകത്ത് ഖലീഫയാക്കി എന്നാണല്ലോ. തന്നെ കാണുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നത് ഖലീഫയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. കണ്ടപാടെ പലരും ഖലീഫക്ക് നേരെ സലാം പറയും, അഭിവാദനം ചെയ്യും. നിങ്ങൾക്ക് അങ്ങോട്ടും സലാം പറയാൻ ബാധ്യതയുള്ള ആളാണ് ഞാൻ എന്ന് ഖലീഫ അവരോട് പറയുമായിരുന്നു. ഖലീഫയെ കാണുമ്പോൾ ചാടി വീണ് സലാം പറയുക എന്നത് സാധാരണക്കാർ ശീലിച്ച ഒരു കാര്യമായിരുന്നു. ഖലീഫ സാധാരണ പ്രജകൾക്ക് സലാം പറയുന്നത് അന്തസ് കുറവായി അവർ ഗണിച്ചിരിക്കാം. വരുന്നാളാണ് സലാം പറയേണ്ടത്. സലാം പറഞ്ഞു തുടക്കമിടുന്നത് അഹങ്കാരത്തെ പിഴുതെറിയലാണ്. നിങ്ങൾ ആരും ഖുതുബകളിലും മറ്റും എനിക്ക് മാത്രമായി പ്രാർത്ഥിക്കരുത്, മറിച്ച് എല്ലാ വിശ്വാസിനികൾക്കും വേണ്ടി പൊതുവെ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ അവരുടെ കൂട്ടത്തിലാണെങ്കിൽ ആ പ്രാർത്ഥനയിൽ ഞാനും ഉൾപ്പെടുമല്ലോ. ഇങ്ങനെയൊക്കെയായിരുന്നു ഖലീഫയുടെ ഉപദേശങ്ങൾ. ഇങ്ങനെയൊക്കെ വിനയപ്പെടാൻ ഉമർ ബിൻ അബ്ദുൽ അസീസിന് മാത്രമേ കഴിയൂ. ഒരു രാത്രി റജാ ഇബ്നു അഹ്വ ഖലീഫയോടൊപ്പം സംസാരിക്കുകയാണ്. പെട്ടെന്ന് വിളക്കണഞ്ഞു പോയി. എണ്ണ തീർന്നതാണ്, ഇനി എണ്ണ നിറക്കാതെ അത് കത്തില്ല. ഞാൻ ചോദിച്ചു: അമീർ, ഞാൻ ഭൃത്യനെ വിളിച്ചോട്ടെ? വേണ്ട, അവൻ ഉറങ്ങുകയായിരിക്കും. 2 ജോലി ഞാൻ അവനെ ഏൽപ്പിക്കുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ നന്നാക്കാം. അത് തീരെ പറ്റില്ല. അങ്ങ് അതിഥിയാണ്. അതിഥിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് മാന്യതയല്ലല്ലോ. അങ്ങനെ ഖലീഫ തന്നെ എണീറ്റുപോയി ജയ്ത്തെണ്ണ നിറച്ചു, തിരിശരിയാക്കി വിളക്ക് കത്തിച്ചു. ഇത് കണ്ട് വിഷണ്ണനായി ഞാൻ പറഞ്ഞു: എന്നാലും അങ്ങ് തന്നെ അത് ചെയ്തല്ലോ. അതിനെന്താ? ഞാൻ എണീറ്റ് പോയപ്പോഴും ഇപ്പോൾ വന്നിരുന്നപ്പോഴും ഉമർ തന്നെയല്ലേ.